നമസ്കാരം കൂട്ടുകാരെ, ട്രൈമൗണ്ട് ബിൽഡേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുമലയ്ക്ക് സമീപം പെരുകാവുള്ള ഒരു വീടിനെ കുറിച്ചാണ്. 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിനകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ 2 കാർ സുഖമായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സ്പേസ് ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ കിണർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിലൊരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ വാളെല്ലാം വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിനുള്ളിലേക്ക് പോകാം. കയറി വരുമ്പോൾ തന്നെ ഡോറ് വളരെയധികം സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈൻ, ട്രഡീഷണൽ അല്ല, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് ആദ്യം എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ വിശാലമായ ഒരു ഹാൾ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിലെല്ലാം പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടത്തേക്ക് വരുമ്പോൾ TV ഏരിയ ആണ് ഇത്. നല്ല രീതിയിൽ കബോർഡ്സും അതുപോലെ തന്നെ വയേഴ്സ് എല്ലാം നമുക്ക് TV അറേഞ്ച് ചെയ്യുമ്പോൾ കാണാത്ത രീതിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് കബോർഡ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഹോള് പാർട്ടീഷൻ ചെയ്യുന്ന രീതിക്ക് വേണ്ടിയിട്ട് ഒരു ഷെൽഫ് പോലത്തെ ഒരു പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. വളരെയധികം ഭംഗിയായിട്ട് മേലെ ഡിസൈൻ എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതൊരു വുഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്ലവർ വേസ് വയ്ക്കാൻ ഒരുപാട് ഷെൽഫ് പോലെയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ സൈഡിലുള്ള സ്പേസ് അത് യൂസ് ഇല്ലാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഗാർഡൻ ഏരിയ പോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വെളിച്ചം നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ഒരു വിൻഡോസ് പോലെ ചെയ്തിട്ടുണ്ട്, തുറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിലും ലൈറ്റ്സ്, സീലിംഗ് ലൈറ്റ്സ് എല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ താഴെയുള്ള സ്പേസ് ജനറേറ്റർ അതുപോലെ സാധനങ്ങൾ ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു സ്പേസ്, ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെയും തറയിലെല്ലാം നല്ല രീതിയിൽ ടൈൽസ് ഒക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. അവിടെയും പ്രൊഫൈൽ ലൈറ്റിങ്സ് അതുപോലെ തന്നെ വാളിലും നല്ല ഡെക്കറേഷൻ ലൈറ്റ്സ് എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ വാഷിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ആണ് നമ്മുടെ അടുക്കള വരുന്നത്. അടുക്കളയുടെ മേളിൽ ഈ നേരത്തെ ഹോളിൽ പാർട്ടീഷൻ ചെയ്തതുപോലെ തന്നെ വുഡൻ ഫിനിഷിങ്ങിലുള്ള കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ്. പക്ഷെ എന്നാൽ പോലും വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് അടുക്കളയിൽ അല്ലെങ്കിൽ നോട്ടം പെട്ടെന്ന് അടുക്കളയിൽ വരാത്ത രീതിയിൽ ഒതുക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടുക്കളയിൽ കൊടുത്തിരിക്കുന്ന കബോർഡ്സും എല്ലാം നല്ല പ്രീമിയം രീതിയിലുള്ള കബോർഡ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡിലായിരുന്നാലും എല്ലാം ഒരു പ്രീമിയം ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കബോർഡ്സ് താഴെയുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ, സ്കൈ ബ്ലൂ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഇലക്ട്രിക് ചെമ്മിനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ സിങ്കാണ്. നമ്മൾ സാധാരണ നോർമൽ വീട്ടിൽ വയ്ക്കുന്ന ഒരു സിംഗിൾ സിങ്കിനേക്കാളും ഇതുപോലെ തന്നെ ഓരോ ഗ്ലാസ് അല്ലെങ്കിൽ ഓരോ പാത്രങ്ങൾ പ്രത്യേകം അല്ലെങ്കിൽ വെജിറ്റബിൾസ് പ്രത്യേകം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ട്രേ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ആ ബെഡ്റൂമിലേക്ക് നമുക്ക് നോക്കാം. ബെഡ്റൂം വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സീലിംഗ് ലൈറ്റ് ആയിരുന്നാലും വിൻഡോസ് ആയിരുന്നാലും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ, നമ്മുടെ വാർഡ്രോബ്സ് എല്ലാം വളരെ ബ്ലാക്ക് ആൻഡ് ഒരു വുഡൻ ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഹെയർ സാധനം ചെയ്യുന്ന ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാത്റൂം ഈ ഒരു ഇട സൈഡിലാണ് വരുന്നത്. പക്ഷെ അത് നമുക്ക് റൂമിൻ്റെ വെളിയിൽ നിന്ന് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നും പെട്ടെന്ന് കണ്ണിൽപ്പെടാത്ത രീതിയിൽ ഭംഗിയായി ഒരു ഒതുക്കി വെച്ചുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് റീസ് എല്ലാം നല്ല സ്ട്രോങ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല
ഒരു പ്രീമിയം ലുക്ക്, അതായത് ഒരു കോവിലകം അല്ലെങ്കിൽ ഒരു പാലസ് ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് മെറ്റൽ യൂസ് ചെയ്തില്ല, ഫുള്ള് നമ്മുടെ കടിയിൽ തന്നെയാണ് മാറ്റം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലെല്ലാം കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റിങ്സ് എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഓരോ സ്ഥലത്തായിട്ട് ചെറിയ ചെറിയ ഈ ഫുഡ് ലാമ്പാണ് വയ്ക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇവിടുന്ന് അങ്ങ് അറ്റം വരെ, അതായത് നമ്മുടെ ഈ സ്റ്റെയർകേസ് തീരുന്നവരെയും പ്രൊഫൈൽ ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീടിനകത്ത് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് പെയിൻ്റാണ്. ഓഫ് വൈറ്റ് ഒരു യെല്ലോയിഷ് പെയിൻ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു യെല്ലോ ലൈറ്റും കൂടിയാണ്, വാം ലൈറ്റും കൂടെ ആകുമ്പോൾ വളരെയധികം ഭംഗിയുണ്ട് കാണാൻ. നമുക്കൊരു എന്തു പറയാം, നല്ലൊരു ആംബിയൻസ് ആണ് വീടിനകത്ത് മൊത്തം. നമ്മൾ ഈ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ വുഡ്, ഈ റൂഫിലുള്ള ഒരു ഈ വാളിലുള്ള ഈ ഒരു ഡിസൈൻ വളരെ രസമുണ്ട്. നമ്മുടെ ഈ താജ്മഹൽ അതുപോലെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മാർബിൾസ് ചെയ്തിരിക്കുന്ന ഒത്തിരി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ ഇതാണ് ഹാളിൽ തന്നെ ഈ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണക്ഷനും അതുപോലെ തന്നെ ടാപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വാട്ടർ സപ്ലൈ കിണറുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടർ ഇവിടെ അവൈലബിൾ ആണ്. ഇതിവിടുത്തെ ഒരു ടി വി ഏരിയ ഉണ്ട്, മേളിൽ ടി വി ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട് ഉള്ള ചെറിയ കബോർഡുകളും ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകും. നമ്മൾ സ്റ്റെയർകേസ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ മേളിൽ മൊത്തം 3 ബെഡ്റൂമാണ്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ താഴെയുള്ളതുപോലെ തന്നെ വളരെ പ്രീമിയം രീതിയിലുള്ള റൂഫിങ്സ്, ലൈറ്റിങ്സ്. ഇവിടെ മുകളിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്തിട്ടില്ല, മേളിൽ സീലിംഗ് ലൈറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഹിഡൻ ആയിട്ട് ലൈറ്റ് വെച്ചിരിക്കുന്നത് പ്രത്യേക ആംബിയൻസ് ലൈറ്റ് വന്നിട്ടാണ്. ഇവിടെ അതുപോലെ സെയിം അതേ പ്രൊപ്പോർഷനിലുള്ള രീതിയിലുള്ള കബോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ താഴത്തതുപോലെ തന്നെ, അതുപോലെ തന്നെ വെളിയിൽ നിന്ന് വരുന്ന സമയത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ ബാത്റൂം ഒരു സൈഡിൽ ഒതുക്കി ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാത്റൂം എങ്ങനെയുള്ളത് നോക്കാം. അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റും അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഒരു കോമ്പിനേഷനുള്ള ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ പ്രീമിയം രീതിയിലുള്ള എക്യുപ്മെന്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലോസറ്റ് ആയിരുന്നാലും ശരി തന്നെ, ഈ ഷെൽഫ് ആയിരുന്നാലും, അതുപോലെ തന്നെ നമ്മൾ സാധാരണ റിസോർട്ടിലൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പൈപ്പ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഈ ബാക്കിയുള്ള ബെഡ്റൂം പോലെ തന്നെ ഈ റൂമിനും യൂണിക് ആയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിന് റൂഫിൽ നിന്ന് വാളിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കബോർഡുകളുണ്ട്, കബോർഡ്സ് ഉണ്ട്, ഡ്രസ്സിംഗ് ടേബിളുണ്ട്. നമ്മൾ ബാക്കിയുള്ള ബെഡ്റൂമിൽ ഇല്ലാത്തൊരു പ്രത്യേകത ഈ മുറിക്കകത്തുണ്ട്. അതായത് ഇവിടെ ഒരു റിസോർട്ട് മോഡലിലുള്ള അകത്തോട്ട് ഒതുങ്ങിയിരിക്കുന്ന, എന്നാൽ വളരെ ഭംഗിയുള്ള രീതിയിലൊരു ബാത്റൂം ആൻഡ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച്മെന്റ്സ് ഇവിടുത്തെ ബാത്റൂം കാണാം. ബാക്കി കണ്ട് നമ്മൾ കണ്ട റൂമിൽ പോലെ തന്നെ ഇവിടെ അത് സെയിം കോമ്പിനേഷനിലുള്ള ഒരു ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം അതുപോലെ തന്നെ പ്രീമിയം തന്നെയാണ്. എനിക്ക് ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ബാക്കിയുള്ള ബെഡ്റൂമിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം ഇതാണ്. കാരണം നമ്മൾ ഈ റൂമിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഈ സീലിംഗ് ലൈറ്റും അതുപോലെ ബാക്കി കാര്യങ്ങളെല്ലാം കബോർഡ്സ് എല്ലാം അതുപോലെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു ജനാല, അതായത് വെളിയിലേക്കുള്ള ജനാല വളരെയധികം ഭംഗിയുള്ളതാണ്. കാരണം നമ്മൾ ആ കാണുന്നത് നമ്മൾ കയറി വരുന്ന വഴിയാണ്, ആ റോഡ് കയറി വരുന്ന നേരെ വരുന്ന ഈ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു വ്യൂ ഒരു നല്ല രീതിയിലുള്ളൊരു വ്യൂ ഉണ്ട്. നമ്മുടെ ആ വിൻഡോസിലുള്ള വ്യൂ പോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഞാൻ കണ്ടില്ല, വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാം. നല്ല ഒരു വ്യൂ കാണാം നമുക്കിവിടെ. ആ ഒരു റേഞ്ചിൽ വളരെ ദൂരെയുള്ളൊരു നല്ലൊരു വ്യൂ നമുക്ക് കാണാം. ബെഡ്റൂമിലുള്ള ബാൽക്കണി പോലെ തന്നെ ഇവിടെ ഹാളിലും ഒരു ബാൽക്കണിയുണ്ട്. അതും സെയിം ഫ്രണ്ട് വ്യൂ തന്നെയാണ്. പക്ഷെ മറ്റേ ബെഡ്റൂമിലുള്ള ആ ഒരു
വ്യൂവിൻ്റെ അത്ര ഇല്ലെങ്കിൽ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ തന്നെ ഡിസൈനർ ലാമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീടിന് ചോദ്യം വരുന്ന വില 75 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വീട് കാണുന്നതിനും വാങ്ങിക്കാനും താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ